അയോധ്യ വിധി പറഞ്ഞ ജഡ്ജിമാർക്ക് പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണം. ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ്, അശോക് ഭൂഷൺ, എസ് ബോബ്ഡെ, രഞ്ജൻ ഗൊഗോയ്, എസ് അബ്ദുൽ നസീർ എന്നിവർക്കാണ് ക്ഷണം ലഭിച്ചത്. അതേസമയം അയോധ്യ പ്രതിഷ്ഠാ ദിനത്തിൽ അവധി പ്രഖ്യാപിച്ചതിനെതിരെ CPM പോളിറ്റ് ബ്യൂറോ രംഗത്തെത്തി. PR അരവിന്ദ് വിവരങ്ങൾ നൽകും. അരവിന്ദ്, ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള ജഡ്ജിമാർ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണോ അറിയുന്നത്? ദിവ്യ, അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിധി പ്രഖ്യാപിച്ചത് സുപ്രീം കോടതി 5 അംഗ ഭരണഘടനാ ബെഞ്ചായിരുന്നു. അതിലെ അംഗങ്ങളായ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ്, അശോക് ഭൂഷൺ, എസ് ബോബ്ഡെ, രഞ്ജൻ ഗൊഗോയ്, എസ് അബ്ദുൽ നസീർ എന്നിവർക്കാണ് ഇപ്പോൾ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ ഇപ്പോൾ ക്ഷണം ലഭിച്ചിരിക്കുന്നത്. പക്ഷേ ഇവർ പങ്കെടുക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. ഇവരുടെ ക്ഷണം നമുക്കറിയാം, നേരത്തെ തന്നെ രാജ്യത്തെ വിവിധ ഇതുമായി ബന്ധപ്പെട്ട വ്യക്തിത്വങ്ങളെ ഇതുമായി ബന്ധപ്പെട്ട് ക്ഷണം ലഭിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ഇവരെയും ക്ഷണിച്ചതെന്നാണ് വിശദീകരണം ലഭിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ ഈ രാമക്ഷേത്രം വിധിയുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ നിറഞ്ഞിരുന്നു. ഇതിൽ അംഗങ്ങളായവർക്ക് അവർ വിരമിച്ച ശേഷം വലിയ രീതിയിലുള്ള പദവികൾ നൽകിയെന്നുള്ള വിമർശനം പ്രതിപക്ഷം അടക്കം ഉയർത്തിയിരുന്നു. എന്തായാലും ഈ വിധി പ്രഖ്യാപിച്ച 5 പേർക്കാണ് ഇപ്പോൾ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഈ അയോധ്യ പ്രതിഷ്ഠാ ദിനത്തിൽ അവധി പ്രഖ്യാപിച്ചതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ ഉയർന്നിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ CPM പോളിറ്റ് ബ്യൂറോ രംഗത്ത് വന്നിരിക്കുന്നത്. പ്രധാനമായും CPM പോളിറ്റ് ബ്യൂറോ ചൂണ്ടിക്കാണിക്കുന്നത് ഈ അവധി പ്രഖ്യാപിച്ചത് അധികാര ദുർവിനിയോഗമാണ്. ഇതുകൂടാതെ തന്നെ മതചടങ്ങിലെ സർക്കാർ ഇടപെടലിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ ഈ അവധി പ്രഖ്യാപിച്ചതിലൂടെ വ്യക്തമാകുന്നതെന്നും CPM പോളിറ്റ് ബ്യൂറോ ആരോപിക്കുന്നുണ്ട്. അരവിന്ദാണ് വിശദാംശങ്ങൾ നൽകിയത്. രാഹുൽ ഗാന്ധിയുടെ MP സ്ഥാനം പുനഃസ്ഥാപിച്ചതിനെതിരായ ഹർജി സുപ്രീം കോടതി തള്ളി. ഹർജിക്കാരൻ അശോക് പാണ്ഡെയ്ക്ക് 1 ലക്ഷം രൂപ പിഴ ചുമത്തി. ഇത്തരം നിസ്സാര ഹർജികളുമായി വരരുതെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി. തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകും. തൗഫീഖ്, എന്താണ് കോടതിയിൽ നിന്നുണ്ടായ നിരീക്ഷണം? ദിവ്യ, രാഹുൽ ഗാന്ധിയുടെ MP സ്ഥാനം പുനഃസ്ഥാപിച്ചതിനെതിരായ ഹർജിയാണ് സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത്. ഇത്തരം നിസ്സാര ഹർജികളുമായി വന്ന് കോടതിയുടെ സമയം പാഴാക്കരുതെന്നാണ് കോടതി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഈ ഹർജിക്കാരൻ അശോക് പാണ്ഡെയ്ക്ക് 1 ലക്ഷം രൂപ പിഴ ചുമത്തുകയും ചെയ്തിട്ടുണ്ട് കോടതിയുടെ സമയം പാഴാക്കിയതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനം ഹർജിക്കാരൻ നേരിടുകയുമുണ്ടായി. കഴിഞ്ഞ ഓഗസ്റ്റ് 4-നായിരുന്നു സുപ്രീം കോടതി രാഹുൽ ഗാന്ധിയുടെ അയോഗ്യത നീക്കിയത്. മോദി പരാമർശവുമായി ബന്ധപ്പെട്ട് സുഹൃത്ത് കോടതിയായിരുന്നു രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയത്. തുടർന്ന് വലിയ രീതിയിലുള്ള നിയമപോരാട്ടം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുകൊണ്ടുണ്ടാവുകയും സുപ്രീം കോടതിയിൽ നിന്നും രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി ഉണ്ടാവുകയുമായിരുന്നു. ഈ വിധിക്കെതിരെയായിരുന്നു ഹർജിക്കാരൻ കോടതിയെ സമീപിച്ചത്. തൗഫീഖ് അസ്ലമാണ് വിശദാംശങ്ങൾ നൽകിയത്.